പിന്നെ ഇതില് അടുത്തതാണ് ഏറ്റവും വലിയ ഡയലോഗ്. മതേതര പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? അതിനെ പിന്നിലൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? നിങ്ങളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ മതം വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് BJPയുടെ ഒപ്പം ചേർന്ന് നിന്നോ, ബാക്കിയുള്ളവരെല്ലാവരും അടിച്ചു മാറ്റുകയാണെന്നാണ്. ഇപ്പൊ ഇതില് TP സെൻകുമാർ ഇട്ടേക്കുന്ന പോസ്റ്റ് ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്ക്. 25% ഉള്ള ഈഴവർക്കും മറ്റു OBC-കൾക്കും, 25% ഈഴവരാണ്, 23-25 ഈഴവരുള്ളത്. സത്യം പറയുന്നുണ്ടെങ്കിൽ അതൊരു 10-75-50 ലക്ഷത്തോളം ആളുകൾ വരും. ഇനി അത് പോട്ടെ, 32% വരെ ടോട്ടൽ. ഏത് മറ്റ് OBC പിന്നോക്ക വിഭാഗങ്ങളെ കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 32-33% വരും. ഈ 32% പ്രാതിനിധ്യമുള്ളവർക്ക് 3 മന്ത്രിമാർ എന്നാണ് പറഞ്ഞത്. ഈഴവർക്ക് ശരിക്കും ആകെ 8 പേരെ ജയിച്ചിട്ടുള്ളൂ. 8 പേരെ ജയിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് 3 പേർക്ക് മന്ത്രിയായി. ഇനി ഇതിൽ ഷാജഹാൻ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജയന്തിന് മന്ത്രിയാക്കില്ല. ജയന്ത് ശരിക്കും മന്ത്രിയാകേണ്ട ഒരാളാണ്, മിടുക്കനായിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസിന്റെ കോഴിക്കോട് എന്നുള്ള പ്രമുഖനായിട്ടുള്ള നേതാവാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ ആദ്യമായിട്ട് ജയിച്ചു വരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് മന്ത്രിയായില്ല എന്ന് വെച്ചാൽ ജയന്ത് ഈഴവനാണ്, പക്ഷെ മന്ത്രിയാകത്തിന്റെ കാര്യം അപ്പോൾ ഒരു യൂത്ത് എന്നുള്ള പരിഗണന കൂടി കൊടുത്തുകൊണ്ടാണ് ജനേഷ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയും പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. ആകെ 12 മന്ത്രിമാരല്ലേ ഉള്ളൂ. മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. ഷാജന് താല്പര്യം ഉണ്ടാവും. കുഴൽനാടൻ മന്ത്രിയായ ഷാജന് ചിലപ്പോൾ ഒരു പാസ് കൊടുക്കായിരിക്കും. ഷാജൻ ഒന്നാമത്തെ പാസ് കൊടുക്കാത്ത സങ്കടത്തിലായിരുന്നു 2-3 ദിവസം. കാരണം മറ്റേ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞക്ക് പാസ് കിട്ടുമെന്ന് ഷാജൻ വിചാരിച്ചിരുന്നു. ഷാജന് എന്ത് ചെയ്തില്ല, പാസ് കിട്ടിയില്ല. ഷാജൻ ഗേറ്റിൽ വന്ന് നിന്നു, ജനലിലൂടെ നോക്കിയിരുന്നു ആരെങ്കിലും പാസ്സായിട്ട് വരുമെന്ന്. പക്ഷെ പാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഷാജൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വേറൊരു പോസ്റ്റിലുണ്ട്. അപ്പൊ ഷാജൻ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാജൻ അങ്ങോട്ട് വിളിച്ചു VD സച്ചിന്റെ ഓഫീസിലേക്ക്. അപ്പോൾ VD സച്ചിന്റെ ഓഫീസിൽ നിന്ന് ഒരു പാസ് ഇഷ്യൂ ചെയ്തു. അത് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാധാ പാസ്സായിരുന്നു എന്നാണ്. അപ്പൊ അതുപോലെ ഒരു VVIP പാസോ ഏറ്റവും കുറഞ്ഞ പക്ഷം വേദിയിൽ ഇരിക്കുന്ന ഒരു പാസോ വേണമായിരുന്നു എന്നാണ് ഷാജന്റെ ആഗ്രഹം. ഇത് തെറ്റൊന്നുമില്ല.